ഹായ് കൂട്ടുകാരെ, സി പ്രോഗ്രാമിംഗ് ട്രെയിനിങ്ങിന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷനിങ് ഓഫ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സിന്റെ വർക്കിംഗ് അടുത്ത ക്ലാസ്സിൽ പറയാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇൻക്രിമെന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിന്റെ വാല്യൂവിന്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്യുക. ഡിക്രിമെന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂവിന്റെ കൂടെ ഒന്ന് കുറയ്ക്കുക എന്നാണ്. അതായത് ഇപ്പം 10 എന്ന വാല്യൂവിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 11 എന്ന അതിന്റെ വാല്യൂ മാറും. 10 എന്ന വാല്യൂവിൻ്റെ കൂടെ 1 കുറച്ചാൽ 9 എന്ന അതിന്റെ വാല്യൂ മാറും. ഇത് എങ്ങനെയാണ് നമ്മൾ സി പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്, ഇതിന്റെ ടൈപ്പ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രോഗ്രാം വെച്ച് നോക്കാം. ഓക്കെ, നമുക്ക് പ്രോഗ്രാമിൽ നമുക്ക് ഒരു ഇന്റ് എ ഈക്വൽ ടു 10 എന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ printf %d a ഈക്വൽ ടു %d എന്ന് കൊടുത്തു, a ഇങ്ങനെ പ്രിന്റ് ചെയ്താൽ എന്താണ് എനിക്ക് റിസൾട്ട് വരിക? a ഈക്വൽ ടു 10 എന്ന് പ്രിന്റ് ചെയ്ത് വരും അല്ലെ? a ഈക്വൽ ടു 10 എന്ന് പ്രിന്റ് ചെയ്തു. ഇനി ഞാൻ a++ എന്ന് കൊടുത്തു. a++ എന്ന് കൊടുത്തിട്ടാണ് ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നതെങ്കിലും a ഈക്വൽ ടു 10, അടുത്ത ലൈനിൽ a ഈക്വൽ ടു 11 എന്ന് വന്നു. അതായത് a++ എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ എന്താണോ, ഇത് ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ a ഈക്വൽ ടു a+1 എന്ന ഒരു ഓപ്പറേഷൻ, ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എയുടെ വാല്യൂ 1 കൂടെ അതിന്റെ കൂടെ കൂട്ടി. അപ്പം a ഈക്വൽ ടു a+1 എന്നുള്ള വാല്യൂ എയിലേക്ക് അസൈൻഡ് ആയി, ആ വാല്യൂ എയിൽ പ്രിന്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഞാൻ ഇതിന് പകരം മൈനസ് ചെയ്യാണ്. ഓക്കെ, എയുടെ വാല്യൂ മൈനസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? എയുടെ വാല്യൂവിൻ്റെ കൂടെ 1 കുറയും അല്ലെ? ആദ്യം എയുടെ വാല്യൂ 10 എന്ന് പ്രിന്റ് ചെയ്തു. ഏറ്റവും ആദ്യത്തെ പ്രിന്റ് ഓഫ് ചെയ്തപ്പം ഈക്വൽ ടു 10 ആയിരുന്നു, എയുടെ വാല്യൂ 10 എന്ന് പ്രിന്റ് ചെയ്തു. a++ എന്ന് ചെയ്തപ്പോൾ എയുടെ വാല്യൂ എന്തായിരുന്നു കിടന്നേ, അതിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 11 എന്ന് പ്രിന്റ് ചെയ്തു. ഇനി അതിനുശേഷം a എന്ന് കൊടുത്തപ്പോഴോ എയുടെ വാല്യൂ എന്തായിരുന്നു, അതിൽ നിന്ന് 1 കുറച്ച് വീണ്ടും 10 എന്ന് വാല്യൂ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു a++ എന്നുള്ളത് മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് ഇൻക്രിമെന്റ് നടത്താം. ++a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്താണോ, എയുടെ വാല്യൂടെ ഒന്നുകൂടെ കൂട്ടുക തന്നെ. സെയിം സാധനം തന്നെയാണ് a++ഉം ++aയും ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. എയുടെ വാല്യൂ വീണ്ടും 11 ആയി. എന്താണ് 11 ആകാൻ കാരണം? എയുടെ വാല്യൂ നേരത്തെ 10 ആയിരുന്നു. അത് നമുക്കിവിടെ ജസ്റ്റ് ഇത്രയും ആൾക്കാരെ ഞാൻ ഒന്ന് കമന്റ് ചെയ്യാം, അതാകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരായിരിക്കും. അപ്പം എയുടെ വാല്യൂ ഇനീഷ്യലി 10 ആയിരുന്നു അല്ലെ? എയുടെ വാല്യൂ 10 ആയിരുന്നു. ഞാൻ ++a ചെയ്തു. ++a ചെയ്തതിനു ശേഷം -aയും കൂടെ ചെയ്തു നോക്കുക. ഓക്കെ, എയുടെ വാല്യൂ ഇൻക്രിമെന്റ് നമ്മളിപ്പം നേരത്തെ a++ഉം a-ഉം ചെയ്ത പോലെ ++aയും -aയും ചെയ്തു. നമുക്ക് നേരത്തെ കിട്ടിയ റിസൾട്ട് തന്നെ വീണ്ടും കിട്ടുമെന്ന് നോക്കാം. എയുടെ വാല്യൂ ഇനീഷ്യലി 10 ആയിരുന്നു. 10ന്റെ കൂടെ ++a ചെയ്തപ്പോൾ 11 ആയി, -a ചെയ്തപ്പോൾ 10 ആയി. അപ്പം a++ഉം a-ഉം തമ്മിൽ പ്രത്യക്ഷത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷെ ഇവ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. ആ അന്തർധാര എവിടാണ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? അതാണ് ബേസിക്കലി നമ്മൾ ഓപ്പറേഷൻ എന്ന ഈ ഒരു പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാല് ശരിക്കും സംഭവിക്കുന്നത് എന്നാന്നുള്ളത് ഞാൻ ആദ്യം പറയാം. a++ എന്ന ഓപ്പറേഷൻ നടക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആൻസർ എന്നൊരു ഇന്റേണൽ വേരിയബിൾ ഉണ്ടാവാം. ശരിക്കും ഉണ്ടാവണം എന്നല്ല, പക്ഷെ നോർമലി അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനും നമ്മൾ ആ ഒരു പ്രോഗ്രാം അനലൈസ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു വേരിയബിൾ ഉണ്ട് എന്നങ്ങ് അനലൈസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പം a++ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചാൽ ആൻസർ ഈസ് ഈക്വൽ ടു a+1 എന്ന് വരും. അതിനുശേഷം ആൻസർ ഈക്വൽ ടു ആൻസർ ഈക്വൽ ടു a എന്ന് വരും. അതിനുശേഷം a ഈക്വൽ ടു a+1 എന്ന് വരും. ഇതാണ് നോർമലി a+1 a++ എന്നുള്ള ഓപ്പറേഷന് സംഭവിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് a++ എന്നൊരു ഓപ്പറേഷൻ നടന്നാൽ അവിടെ ആൻസർ എന്നൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ
ആൻസറിലേക്ക് എയുടെ വാല്യൂ വരും. അതിനുശേഷം എ ഈക്വൽ ടു എ പ്ലസ് 1 എന്നും വരും. അപ്പം ഈ ആൻസർ എന്ന വേരിയബിൾ ആണ് എന്ത് നടക്കുന്നത്? ആൻസർ എന്ന വേരിയബിളിലേക്കാണ് നമ്മൾ ബാക്കി ഓപ്പറേഷൻസ് നടന്നിക്കുന്നത്. ഈ ആൻസർ എന്ന വേരിയബിളിലാണ്, എ എന്നുള്ള വേരിയബിൾ അല്ല, ആൻസർ എന്ന വേരിയബിളിലാണ് ബാക്കി ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. പക്ഷേ പ്ലസ് പ്ലസ് എ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചാൽ ആദ്യം എ ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് വരും. അതിനുശേഷമാണ് ആൻസർ ഈക്വൽ ടു എ എന്ന് വരുന്നത്. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എ ഈക്വൽ ടു 10 എന്നായിരുന്നെങ്കിൽ ആൻസർ ഈക്വൽ ടു 10 എന്നും എ ഈക്വൽ ടു എ പ്ലസ് 1 എന്നുമാണ് വരിക. പക്ഷെ ഈ കേസിലാണെങ്കിലോ എ ഈക്വൽ ടു 10 ആണെങ്കിൽ ആൻസർ ആദ്യം എ ഈക്വൽ ടു 11 എന്നാവും. അതിനുശേഷം ആൻസർ ഈക്വൽ ടു 11 തന്നെ വരികയും ചെയ്യും. അതായത് ഒന്നുകൂടെ വ്യക്തമാക്കാം, എ പ്ലസ് പ്ലസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ആദ്യം അസൈൻ ചെയ്യും, എന്നിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. പ്ലസ് പ്ലസ് എ ആണെങ്കിൽ ആദ്യം ഇൻക്രിമെന്റ് എന്നിട്ട് അസൈൻമെന്റ്. ഓക്കെ, ഇത് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. ഞാനിവിടെ വേറൊരു വേരിയബിളോട് എടുക്കാം. ബി ഈക്വൽ ടു ബിക്കും 10 എന്നൊരു വാല്യൂ കൊടുത്തു. ഓക്കെ, ബി ഈക്വൽ ടു പെർസെൻറ്റേജ് ടി ബി. ഞാൻ printf a plus plus equal to percentage t slash t b plus plus b equal to percentage t comma a plus plus comma plus plus b. ഇങ്ങനെ കൊടുത്തു. ഞാൻ എന്താ ചെയ്യുന്നത്? എയുടെയും ബിയുടെയും വാല്യൂ ഞാൻ ഇൻക്രിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാലും പ്ലസ് പ്ലസ് ബി എന്ന് പറഞ്ഞാലും അല്ലെ, എയുടെയും ബിയുടെയും വാല്യൂ ഞാൻ ഇൻക്രിമെന്റ് ആണ് ചെയ്യുന്നത്. പക്ഷേ ആകെയുള്ള വ്യത്യാസം എനെ എ പ്ലസ് പ്ലസ് എന്നും ബിനെ പ്ലസ് പ്ലസ് ബി എന്നും പറഞ്ഞാണ് ഞാൻ ഇൻക്രിമെന്റ് ഓപ്പറേഷൻ നടത്തുന്നത്. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം വരിക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം വ്യക്തമാവും. സോറി, കമന്റ് ഇടാൻ മറന്നുപോയത്. എ ഈക്വൽ ടു ബി, എ ഈക്വൽ ടു 10 എന്ന് ആദ്യം വന്ന് ബി ഈക്വൽ ടു 10 ആണ്. എ പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എ പ്ലസ് പ്ലസ് എന്നുള്ള വാല്യൂ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്രിന്റിംഗ് ഓപ്പറേഷൻ നടക്കുന്നത് എ പ്ലസ് പ്ലസ് എന്നുള്ള വാല്യൂവിനാണ്. എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദ്യം അസൈൻ ചെയ്യും എന്നിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. അതുകൊണ്ടാണ് പ്രിന്റ് ചെയ്തപ്പോൾ 10 എന്ന പ്രീവിയസ് വാല്യൂ പ്രിന്റ് ചെയ്ത് വന്നത്. പക്ഷേ പ്ലസ് പ്ലസ് ബി ചെയ്തപ്പോൾ ആദ്യം ഇൻക്രിമെന്റ് ചെയ്യും എന്നിട്ടാണ് അസൈൻമെന്റ് നടക്കുന്നത്. അതുകൊണ്ടാണ് ബിയുടെ വാല്യൂ 11 എന്ന് പ്രിന്റ് ചെയ്ത് വന്നത്. ഓക്കെ, ഞാൻ 11 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഇനി ഈ രണ്ട് സാധനങ്ങളും ഒന്നുകൂടെ പ്രിന്റ് ചെയ്തതിനു ശേഷം വീണ്ടും ഒന്നുകൂടെ പ്രിന്റ് ചെയ്ത് നോക്കാം. അതായത് ഇൻക്രിമെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വേറെ ഒന്നുമില്ല, എയുടെയും ബിയുടെയും വാല്യൂ വീണ്ടും എന്താണ് വരിക എന്നുള്ളത് നോക്കാം. നമ്മൾ ഇൻക്രിമെന്റ് നടത്തിയതിന് ശേഷം നോക്കൂ, ശരിക്കും എയുടെ വാല്യൂ 11 തന്നെയാണ്. എ പ്ലസ് പ്ലസ് ചെയ്തുവെങ്കിലും എയുടെ വാല്യൂ 11 തന്നെയാണ്. പക്ഷെ സംഭവിച്ചെന്താണ്? പ്രിന്റ് ചെയ്തപ്പോൾ എ പ്ലസ് പ്ലസ് എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് നമ്മൾ കൊടുത്തത്. എ പ്ലസ് പ്ലസ് എന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ ആദ്യം എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും, എന്നിട്ട് എയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുള്ളൂ. പ്രിന്റ് ചെയ്തതിന് ശേഷം ഇൻക്രിമെന്റ് ചെയ്യും. ഇതേ സെയിം സംഭവം തന്നെയാണ് മൈനസിലും സംഭവിക്കാം. തൽക്കാലം ഇത് രണ്ടും ഞാൻ കമന്റ് ചെയ്യാണ്. ഇതിനുശേഷം കോപ്പി ചെയ്ത് പ്രിന്റ് ചെയ്താണ് എളുപ്പം. ഓക്കെ, മൈനസും മൈനസ് ബിയും ചെയ്യാം. ഇത് റൺ ചെയ്താലും നിങ്ങൾക്ക് സെയിം എഫക്റ്റ് തന്നെ കാണാം. ഇത് നോക്കൂ, എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 10 ആയിരുന്നു. എ മൈനസ് ചെയ്തപ്പോൾ
പ്രിന്റ് ചെയ്ത് വന്നത് 10 എന്നാണ്. മൈനസ് മൈനസ് ബി ചെയ്തപ്പോൾ പ്രിന്റ് ചെയ്ത് വന്നത് 9. എയുടെ വാല്യൂ പക്ഷെ 9ഉം ബിയുടെ വാല്യൂ 9 ആണ് താനും. അതിന്റെ റീസൺ എന്താണ്? എയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി 9 ആണ് എന്നുള്ളത് അല്ലെ. എയുടെ വാല്യൂ 9 ആണ്, ബിയുടെ വാല്യൂ 9 ആണ്. പക്ഷെ പ്രിന്റ് ചെയ്തപ്പോൾ ആദ്യം അസൈൻ ചെയ്തു, എന്നിട്ടാണ് ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ നടന്നത്. ഈ സെയിം സാധനം തന്നെ നമ്മളൊരു ഓപ്പറേഷൻ നടത്തിയാണ് ചെയ്യുന്നതെന്ന് വെച്ചു. ഇപ്പം ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ഒരു ഇൻഡ് സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുത്തു. ഞാൻ ഇതാണ് റൺ ചെയ്യുന്നത്. നോർമലി എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്ത് വരും അല്ലെ. സി ഈക്വൽ ടു എ പ്ലസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു 20. ഇനി ഞാൻ സി ഈക്വൽ ടു എ പ്ലസ് 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 ബി ഇതാണ് ചെയ്യുന്നെങ്കിലോ എ പ്ലസ് പ്ലസ് ചെയ്തതിനു ശേഷം ബിയുടെ വാല്യൂ ആയി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമുക്കറിയാം, ഇപ്പം ഇവിടെ എന്താണ് സംഭവിക്കുക? സി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ആൻസറിന്റെ വാല്യൂ എന്താണ്? എ ആണ്. ആ ആൻസർ ആയിരിക്കും എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യുക? പ്ലസ് ബി ചെയ്യുക. ഇത് ചെയ്തതിനു ശേഷമായിരിക്കും എ ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് ചെയ്യാം. അപ്പം ആൻസർ എന്ന് പറഞ്ഞാൽ എ ആയതുകൊണ്ട് എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 10 ആണ്. 10ന്റെ കൂടെ ബിയുടെ വാല്യൂ എന്താണ്? ബിയുടെ വാല്യൂ 10 ആണ്. അപ്പൊ 10ഉം 10 20 ആഡ് ചെയ്യും. 20 ആഡ് ചെയ്തതിനു ശേഷം സിക്ക് 20 എന്നുള്ളൊരു വാല്യൂ കിട്ടും. പക്ഷേ എ ഈക്വൽ ടു എ പ്ലസ് 1 ചെയ്ത് കഴിയുമ്പോഴും എയുടെ വാല്യൂ എന്ന് പറയുന്നത് 11 ആവുകയും ചെയ്യും. നമുക്ക് നോക്കാം. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ചെയ്തപ്പോൾ 20 എന്ന് കിട്ടി. പക്ഷെ സി ഈക്വൽ ടു എ പ്ലസ് 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 ബി ചെയ്തപ്പം 20 തന്നെയാണ് കിട്ടുന്നത്. കാരണം എയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു, പക്ഷേ ഇൻക്രിമെന്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഓപ്പറേഷൻ നടത്തിയിരുന്നു. ഇനി ഈ സെയിം സാധനം തന്നെ ഞാൻ പ്ലസ് പ്ലസ് എ ആയിരുന്നു ചെയ്തെങ്കിലോ? പ്ലസ് പ്ലസ് എ ആണ് ചെയ്യുന്നത്, എന്താണ് വ്യത്യാസം വരിക? പ്ലസ് പ്ലസ് എ ആണെങ്കിൽ ആദ്യം എന്താണ് വരിക? ആൻസർ ഈക്വൽ ടു ആദ്യം എ ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് വരും. അതിനുശേഷം ആൻസർ ഈസ് ഈക്വൽ ടു എ. ആ ആൻസർ ആണ് നമ്മൾ ബി യു ആയി ആഡ് ചെയ്യുന്നത്. അപ്പൊ എയുടെ വാല്യൂ 10 എന്നുള്ളത് 11 മാറി. ആ 11 എന്നുള്ള വാല്യൂ ആണ് ആൻസറിലേക്ക് വരുന്നത്. ആ ആൻസർ ആണ് നമ്മൾ പിന്നെ ബി യുമായി ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓപ്പറേഷനിൽ പ്ലസ് പ്ലസ് എ ഇടത് വശത്താണ് പ്ലസ് പ്ലസ് ഉള്ളതെങ്കിൽ ആദ്യം ഇൻക്രിമെന്റ് ചെയ്യും, എന്നിട്ട് അസൈൻ ചെയ്യും. വലത്ത് വശത്താണ് പ്ലസ് പ്ലസ് ഉള്ളതെങ്കിൽ ആദ്യം അസൈൻ ചെയ്യും, എന്നിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. ഇതിലൂടെ നമുക്ക് നോക്കാം. പ്ലസ് പ്ലസ് എ പ്ലസ് ബി ചെയ്തപ്പം 21 എന്നുള്ള റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു. എയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു, അതിനുശേഷമാണ് അഡീഷൻ നടന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് അരിത്തമെറ്റിക്കലി ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേഷന്റെ പരിപാടി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടാറ്റ.